Hallelujah. Hallelujah. So where is everything that we have prayed for? പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ എന്തിയേ? Where is it? അതെവിടെയാണ്? I said it 2-3 weeks before. I'm going to repeat it again. ഞാൻ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്, അത് വീണ്ടും ഒന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Before a flight lands, the air, the pilot will say, we are going to land, and we want you to fasten your seat belts, put your tray tables back up, put everything in the holding area, and prepare for landing. നമ്മുടെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്ത് ആ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, ചില മിനിറ്റുകൾക്ക് മുമ്പ് ക്യാപ്റ്റൻ പൈലറ്റ് ഒരു വാക്ക് പറയും, നിങ്ങൾ നമ്മളെ നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ സീറ്റുകളെ നേരെയാക്കുക, നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ മുറുക്കുക, സാധനങ്ങളെല്ലാം അതത് സ്ഥാനത്ത് വെക്കുക എന്നുള്ള പല നിർദ്ദേശങ്ങൾ തരും. But there is a small problem. We have not yet got a slot to land our aircraft. We are going to go into a holding pattern in the air. എന്നാൽ ലാൻഡ് ചെയ്യാനായിട്ട് ഒരു സിഗ്നൽ നമുക്ക് കിട്ടാത്തത് കൊണ്ട് വീണ്ടും ആ വിമാനം ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുക. A place called the holding pattern. അതിന് പറയുന്ന പേര് ഹോൾഡിംഗ് പാറ്റേൺ. Hallelujah. Hallelujah. So that when the time comes, when the right slot is available for the flight to land, it can land. അപ്പോൾ ആ ഒരു യഥാർത്ഥ സ്ലോട്ട് കിട്ടുമ്പോൾ ഈ ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യുവാൻ, വിമാനത്തിന് ലാൻഡ് ചെയ്യുവാൻ ഒരു നല്ല സ്ലോട്ട് കിട്ടുമ്പോൾ ആ വിമാനം ലാൻഡ് ചെയ്യും. The same way, അതുപോലെ തന്നെ everything that you have ever prayed for, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള മുഴുവൻ പ്രാർത്ഥനാ it is കാര്യങ്ങളും just hovering over you just like that, so that the right landing strip can be found to land that miracle. ഈ വിമാനം എപ്രകാരം ആകാശത്ത് വട്ടമിട്ട് അതിന്റെ ലാൻഡിങ്ങിന് വേണ്ടി കാത്തുകൊണ്ട് പറക്കുന്നുവോ, അതുപോലെ നിങ്ങൾ ചോദിച്ച, നിങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിനുമുള്ള മറുപടി നിങ്ങളുടെ തലയ്ക്ക് മുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുക. There are things in this atmosphere that you cannot see with your naked eyes. നിങ്ങളുടെ നഗ്നമായ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുവാൻ കഴിയാത്ത നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന വിഷയങ്ങൾ ഈ അന്തരീക്ഷത്തിൽ പറന്നു നടപ്പുണ്ട്. Everything that you have prayed for, നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന സകല വിഷയത്തിനും it is just above you. അത് നിങ്ങളുടെ തലയുടെ തൊട്ടുമുകളിലുണ്ട്. It is just above you. അത് നിങ്ങളുടെ തലയ്ക്ക് തൊട്ടുമുകളിലുണ്ട്. And it is going to happen in the right time. That time is called the will of God. അത് കൃത്യ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടും. അതിനെയാണ് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്. The will of God. ദൈവഹിതം. When the right landing strip is found, എപ്പോൾ ആ യഥാർത്ഥ ലാൻഡിംഗ് സ്ട്രിപ്പ് കാണുമോ, you cannot land a big A380 plane in a very small runway. ഒരു No. ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വലിയ വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുവാൻ കഴിയില്ല. You need to have the right setup of a runway. ആ വലിയ വിമാനം ലാൻഡ് ചെയ്യണമെങ്കിൽ വലിയ ഒരു റൺവേ ആവശ്യമാണ്. Let me assure you as a man of God, ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരാം. if your miracle is taking time, നിങ്ങളുടെ അത്ഭുതം അത് നിങ്ങൾ സമയം എടുക്കുന്നെങ്കിൽ, അത്ഭുതം, if your miracle and the breakthrough is taking time, നിങ്ങളുടെ ആ അത്ഭുതത്തിന്, നിങ്ങളുടെ ഒരു മുന്നേറ്റത്തിന് കാലതാമസം വരുന്നെങ്കിൽ, which means that the runway is getting bigger and bigger and bigger for the biggest plane to land in your life. അതിന്റെ അർത്ഥം നിങ്ങളുടെ റൺവേ വലുതാക്കി കൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വലിയൊരു വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നത് പോലെ വലിയ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെടുവാൻ People might ask you, ലോകക്കാർ ചോദിക്കും, ചോദിച്ചേക്കാം, what is happening, my friend? എന്താണ് സഹോദരാ ഈ സംഭവിക്കുന്നത്? What is happening? Nothing is happening in your life. എന്റെ പൊന്നു ചങ്ങാതി, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയാം. Don't hear to them. അവരുടെ വാക്ക് കേൾക്കണ്ട. I'm not considering what they are saying. ഞാൻ അവർ പറയുന്നത് പരിഗണിക്കത്തില്ല. I have a separate set of eyes that they are not having. അവർക്കില്ലാത്ത മറ്റ് രണ്ട് കണ്ണുകൾ എനിക്കുണ്ട്. The eyes of faith. വിശ്വാസത്തിന്റെ The കണ്ണുകൾ. eyes of faith. വിശ്വാസത്തിന്റെ I കണ്ണുകൾ. can see things which they cannot see. I can see things which they cannot see. അവർക്ക് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എനിക്ക് കാണുവാൻ കഴിയും. I see the big runway. എനിക്ക് ആ വലിയ I see the big plane. എനിക്ക് ആ വലിയ വിമാനം I കാണാം. see the miracle. എനിക്ക് അത്ഭുതം I കാണാം. see my holding pattern. എനിക്ക് ആ ഹോൾഡിംഗ് പാറ്റേൺ കാണാം. Hallelujah. ഹല്ലേലൂയ. And do you know what breaks this holding pattern? ഈ ഹോൾഡിംഗ് പാറ്റേണിനെ തകർക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Do you want to know how to accelerate your miracle? നിങ്ങളുടെ അത്ഭുതത്തെ വേഗത്തിലാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? Do you want to accelerate or break this pattern? ഈ പാറ്റേൺ ഖണ്ഡിച്ച് നിങ്ങളുടെ അത്ഭുതം വേഗത്തിലാക്കണോ? It happens when you praise the Lord. അത് നിങ്ങൾ ദൈവത്തെ
ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് It സംഭവിക്കും. happens when you give a shout to the Lord. നിങ്ങൾ കർത്താവിനെ It happens when you clap your hands and say, Jesus is my Lord. കരങ്ങളെ അടിച്ച് ശക്തിയോടെ പറഞ്ഞാട്ടെ, യേശുവാണ് എൻ്റെ കർത്താവ്. Jesus is my Lord. യേശുവാണ് എൻ്റെ Shout കർത്താവ്. a praise, shout a hallelujah, shout Jesus. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി യേശുവേ. Hallelujah. Hallelujah. You are breaking your pattern. നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാറ്റേണിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. Oh, the Jericho will fall down. യെരിഹോ മതിൽ താഴെ വീഴും. It will fall അത് down താഴെ വീഴും. at your shout. നിങ്ങളുടെ ഉച്ചസ്വരത്തിൽ, At your shout. നിങ്ങളുടെ At your words. നിങ്ങളുടെ വാക്കിനാൽ, At your words. നിങ്ങളുടെ വാക്കിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. The word of God says ദൈവവചനം in പറയുന്നു, Psalms 149:6, സങ്കീർത്തനം 149:6, bring your high praises to him. നിങ്ങളുടെ ഉച്ചസ്വരത്തോടുള്ള സ്തോത്രം യഹോവയുടെ കൊണ്ടുവരുവീൻ. Bring your the best hallelujah. Don't keep it at home. Bring it to the church. നിങ്ങളുടെ ഏറ്റവും നല്ല ഹല്ലേലൂയ അത് വീട്ടിൽ വെച്ചിട്ട് വരരുത്. അത് ദൈവസഭ കൂടുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുവരിക. Don't let anyone take away the biggest hallelujah. നിങ്ങളുടെ വലിയ സ്തോത്രവും സ്തുതിയും ഹല്ലേലൂയ ഒന്നും മറ്റാരും അത് കൊണ്ടുപോകരുത്. മറിച്ച് അത് ദൈവത്തിന് Bring മാത്രമുള്ളതായിരിക്കട്ടെ. it here on a Sunday. അത് ഞായറാഴ്ച ഇവിടെ We are കൊണ്ടുവന്നാട്ടെ. going to shout hallelujah. ഹല്ലേലൂയ. The roar of a lion. സിംഹത്തിന്റെ ഗർജന. Amen. Amen. Can you shout a big hallelujah? ശബ്ദമുയർത്തി ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. At your shout, നിങ്ങളുടെ ഉച്ചസ്വരത്തിൽ the chains around you will break. നിങ്ങൾ ആർപ്പിടുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ചങ്ങലകൾ പൊട്ടും. At your own shout. നിങ്ങളുടെ ആർപ്പ് സ്വരത്തിൽ. What the devil tries to do, പിശാച് എന്താണ് ചെയ്യുവാൻ ശ്രമിക്കുന്നത്? I know that even from my personal experience, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും എനിക്കറിയാം. the first thing he will do, he will make you keep quiet. നിങ്ങളെ പിശാച് മിണ്ടാതെയാക്കും. The first thing that he does. പിശാച് ചെയ്യുന്ന ആദ്യത്തെ കാര്യം He നമ്മുടെ doesn't like വായടയ്ക്കും. your hallelujah. He doesn't like your worship. He doesn't like you declaring faith because he knows what you are capable of. നിങ്ങളുടെ ഹല്ലേലൂയ, നിങ്ങളുടെ സ്തോത്രം, നിങ്ങളുടെ ആരാധനയൊന്നും അവന് ഇഷ്ടമല്ല. കാരണം നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കഴിയുമെന്ന് അവൻ അറിയാം. Hallelujah. Hallelujah. He knows at your shout and in your words the bottom, the foundation of hell trembles. നിങ്ങൾ ഞാനും ഉച്ചസ്വരത്തോടെ കർത്താവിനെ സ്തോത്രം പറയുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഓ പിശാചിന്റെ സ്ഥലത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ തുടങ്ങും. പാതാളം കുലുങ്ങുവാൻ തുടങ്ങും. Amen. ആമേൻ. So number one, it is praise. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇത് പൊട്ടിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്തുതി, ആരാധന, Your hallelujah. നിങ്ങളുടെ സ്തോത്രം, ഹല്ലേലൂയ. And if you look at the word of God into the Gospels, നിങ്ങൾ സുവിശേഷ ദൈവവചനത്തിലേക്ക് നോക്കിയാൽ, wherever there was a miracle happening, there was always a change of position. നിങ്ങൾ എവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു സ്ഥാന മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞൊരു സ്ഥാന മാറ്റം, a change of position. സ്ഥാനത്തിന് ഒരു മാറ്റം സംഭവിക്കും. People were not laid back on their chair, they were at the tip of their chair. അവര് ഇങ്ങനെ ചാരി കിടക്കത്തില്ല, അവര് പെട്ടെന്ന് എഴുന്നേറ്റ് ആ കസേരയുടെ തുമ്പത്ത് വന്നിരിക്കും. As soon as the word is being preached, I want to grab it first. എന്ന് പറഞ്ഞാൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാരി കിടക്കുന്നവർ ഒരിക്കത്തില്ല, വചനം കേൾക്കുമ്പോൾ ആ കസേരയുടെ തുമ്പത്ത് ഇങ്ങനെ വന്നിരുന്ന് ആ പറയപ്പെടുന്ന വചനം ചാടി പിടിക്കും. Wherever there was a supernatural physical miracle fast, there was always a change of position. എവിടെയൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ അത്ഭുതം സംഭവിക്കുന്നു അവിടെ എല്ലാം ഒരു സ്ഥാനത്തിനൊരു മാറ്റമുണ്ടാകും. Hallelujah. Hallelujah. In the book of Mark, മർക്കോസിന്റെ സുവിശേഷം chapter 10, 10-ാം അധ്യായം verse 46 onwards, അതിന് 46 മുതൽ we are വായിക്കുമ്പോൾ introduced of a character called Bartimaeus. അവിടെ ബർത്തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ പരിചയപ്പെടാം. Bartimaeus, the character is being introduced. ബർത്തിമായി എന്നൊരു വ്യക്തിയെ നമുക്ക് അവിടെ പരിചയപ്പെടാം. Over there, അവിടെ there was a change of position before he got the supernatural miracle. അവന് അത്ഭുതകരമായ അനന്തര സാധാരണമായ ആ സൗഖ്യം ലഭിക്കുന്നതിന് മുമ്പ് അവൻ ഇരുന്നിരുന്ന സ്ഥലത്തിൽ ഇല്ലെങ്കിൽ അവന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നതായി കാണാം.
Hallelujah. ഹല്ലേലൂയ. Jesus was there walking. യേശു കർത്താവ് അതിലെ നടന്നു He പോവുകയായിരുന്നു. was walking there. അതിലെ നടന്നു പോവുകയായിരുന്നു. He came by Jericho and went out to Jericho with his disciples, and a great multitude, blind Bartimaeus, the son of Timaeus, sat by the road begging. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു മനുഷ്യൻ ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. Hallelujah. Hallelujah. There was a change of position. അവിടെ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു മാറ്റം. Just imagine this is Bartimaeus. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ ഇരിക്കുന്ന വ്യക്തിയാണ് ബർത്തിമായി എന്ന് Come on, വിചാരിച്ചു. Bartimaeus, ഇങ്ങോട്ട് കേറിയിരിക്കുക. So he's there begging. ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഭിക്ഷ യാചിക്കാനാ. And there Jesus അവിടെ യേശു is walking through the multitude, is what we read. അത് നമ്മൾ വായിച്ചു. ബഹുപുരുഷാരത്തോടു കൂടി യേശു നടന്നു പോകുകയാണ്. He's walking. അവൻ നടന്നു പോകുകയാണ്. Do you know Jesus is walking even today in this tent? ഈ ടെന്റിൽ ഇന്ന് പകലും യേശു നടക്കുന്നെന്ന് എത്ര പേര് അത് അറിയുന്നു, തിരിച്ചറിയുന്നു? Not just for the people who are sitting in the front, everyone who is sitting at the back and also watching live. ഇന്ന് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന 5-6 പേർക്ക് വേണ്ടിയിട്ടല്ല, ഈ ടെന്റിന്റെ ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മധ്യത്തിൽ എൻ്റെ യേശു കർത്താവ് നടക്കുന്നു. He is walking. അവൻ നടക്കുന്നു. So the Jesus is walking among the crowd. പുരുഷാരത്തിന് മധ്യത്തിലൂടെ യേശു കർത്താവ് നടന്നു He പോവുകയാണ്. is walking among the crowd. അവിടെ പുരുഷാരത്തിലൂടെ നടന്നു പോവുകയാണ്. And there is this one man. പെട്ടെന്ന് ഒരു മനുഷ്യൻ Shout, come on, hallelujah, praise. ഒരാള് പെട്ടെന്ന് ഉച്ചഘോഷത്തോടെ ആർപ്പിടുന്നത് കേട്ടു. Did you see the picture? നിങ്ങൾക്ക് ആ പടം കിട്ടിയോ? Jesus is walking by. യേശു ഇങ്ങനെ നടന്നു പോവുക. He doesn't even know a person like that is sitting over there. ഇവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്ന പോലും വിവരം അറിയത്തില്ല. Jesus is walking. യേശു ഇങ്ങനെ നടന്നു പോവുകയാ. He got up and started to shout. പെട്ടെന്ന് ഈ വാർത്ത കേട്ടിട്ട് ഈ മനുഷ്യൻ ഉറക്ക നിലവിളിക്കുക. Shout. ഉറക്ക നിലവിളിക്കുക. Shout. ഉറക്ക നിലവിളിക്കുക. Shout. ഉറക്ക നിലവിളിച്ചു. It is not his condition or what ailment he has which attracted Jesus to him. It was his faith. ഈ യേശുവിനെ ഇവനിലേക്ക് വലിച്ചടിപ്പിച്ച ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മറിച്ച് അവന്റെ വിശ്വാസമാണ്. Hallelujah. Hallelujah. Jesus was not obligated to heal his condition. Jesus was obligated to fulfill his faith. Jesus says, your faith has made you whole. എന്ന് പറഞ്ഞാൽ വചനം പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ പൂർണ്ണനാക്കിയിരിക്കുന്നു. He did not say your condition, you're blind, oh I want to heal you. No. He said, oh Jesus, your faith made you whole. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അവിടെ നിന്ന് വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിച്ചപ്പോൾ അവന്റെ ശാരീരിക അവസ്ഥ നിമിത്തമല്ല യേശു അവനെ പോയി സൗഖ്യമാക്കിയത്, മറിച്ച് അവന്റെ വിശ്വാസം കണ്ടിട്ട് യേശു അവിടെ തിരിഞ്ഞു നിന്ന്. ഇന്ന് പകലും stop making excuses about your condition and lift your voice and shout in faith, and that attracts God to you. നിങ്ങളുടെ അവസ്ഥകളെ കണ്ട് അതിനെ പരിതപിച്ചിരിക്കരുത്. നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറ. ആ വിശ്വാസത്തിന്റെ വാക്ക് യേശുവിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. No, I forget that I am sick. I don't care anymore, but I want you, Jesus. ഞാൻ രോഗിയാണെന്ന് പറഞ്ഞ് എന്റെ പ്രശ്നങ്ങളെ മറന്ന് ഇന്ന് പകൽ വിശ്വാസത്തോടെ എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുമ്പോൾ, hallelujah, stop basing your prayer out of your emotion, oh please heal me, but say Jesus. നിങ്ങളുടെ വൈകാരികമായ തലത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാതെ മറിച്ച് വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, and he said, അവൻ പറയും, your faith has made you whole. നിന്റെ വിശ്വാസം നിന്നെ പൂർണ്ണനാക്കി. Hallelujah. Hallelujah. Even the lepers, കുഷ്ഠരോഗികൾ, even lepers in the book of Matthew, മത്തായിയുടെ സുവിശേഷത്തിൽ, just know this thing, without your part of preparation or without your part of a response in faith, the miracle will take time for you. നിങ്ങളുടെ പ്രതികരണമില്ലാതെ, നിങ്ങൾ അതൊരു ഒരു ഭാഗം വഹിക്കുന്നതില്ലാതെ നിങ്ങളുടെ അത്ഭുതം നടക്കണമെങ്കിൽ അത് വളരെയധികം സമയമെടുക്കും. Matthew chapter 8, the lepers, they were taking a risk to come in between this multitude. വാസ്തവത്തിൽ ഓർത്തോണം, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഈ കുഷ്ഠരോഗികൾ അവർ പാളയത്തിന് പുറത്ത് താമസിക്കുവാൻ വിധിക്കപ്പെട്ടവരാ. പക്ഷെ അവര് ഒരു റിസ്ക് എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? യേശുവിന്റെ അടുക്കൽ വരുവാനായിട്ട്. If they are not healed, അവര് സൗഖ്യമായില്ലെങ്കിൽ the people will stone them to death. അവരെ മനുഷ്യരെ കല്ലെറിഞ്ഞ് അവരെ കൊല്ലും. Because that is what the law says. എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണമാണ് അങ്ങനെ പറയുന്നത്. But they took a risk anyway because of faith. അവർ വിശ്വാസത്താൽ ഒരു റിസ്ക് അങ്ങ് എടുത്തു.
Are you ready to take a risk for Jesus? യേശുവിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാണോ? Not to get your miracle. Miracle will happen for you. നിങ്ങളുടെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. Are you ready to take that step of faith today morning? ഇന്ന് പകൽ വിശ്വാസത്തിന്റെ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറാണോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? Then the miracle worker is working in this tent. ഇപ്പോൾ തന്നെ ആ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുക. The miracle worker Jesus is walking in this tent. ആ അത്ഭുതം ചെയ്യുന്നവനായ യേശു ഇന്ന് പകൽ ഈ ടെന്റിൽ നടപ്പുണ്ട്. He is walking in this tent. അവൻ ഇന്ന് പകൽ ഈ ടെന്റിൽ നടപ്പുണ്ട്. You can sit in the same position or you can jump up and say I need you Jesus. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ അതത് സ്ഥാനത്തിരിക്കാം. എന്നാൽ എഴുന്നേറ്റ് യേശുവേ എനിക്കത് വേണമെന്ന് I പറയുമ്പോൾ, want Jesus. എനിക്ക് യേശുവിനെ വേണമെന്ന് I പറയുമ്പോൾ, want Jesus. എനിക്ക് യേശുവിനെ വേണമെന്ന് I പറയുമ്പോൾ, want Jesus. എനിക്ക് യേശുവിനെ വേണമെന്ന് The പറയുമ്പോൾ, miracle worker is here. അത്ഭുതം ചെയ്യുന്നവൻ ഇവിടെ ഉണ്ട്. The miracle worker is here. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ ഇവിടെ Your ഉണ്ട്. faith attracts God to you. നിങ്ങളുടെ വിശ്വാസം ദൈവത്തെ നിങ്ങളുടെ അടുക്കിലേക്ക് The word of വലിച്ചെടുപ്പിക്കും. God says വചനം പറയുന്നു, he was not able to do anything in Nazareth because there was no attraction തന്റെ there. പിതൃനഗരത്തിൽ വന്ന് യേശുവിന് വലിയ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്ന് മർക്കോസിന്റെ സുവിശേഷം പറയുന്നു. കാരണം അവരുടെ അവിശ്വാസം നിമിത്തം. Faith is a magnet that draws the supernatural to സൂപ്പർ you. നാച്ചുറൽ നിങ്ങളുടെ അടുക്കിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു കാന്തമാണ് വിശ്വാസം. Hallelujah. 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 The faith, വിശ്വാസം, your praise, നിങ്ങളുടെ ആരാധന, your hallelujah, നിങ്ങളുടെ hallelujah, your response in worship, ദൈവത്തെ ആരാധനയിലുള്ള നിങ്ങളുടെ പ്രതികരണം, it attracts the supernatural to you. അത് സൂപ്പർ നാച്ചുറലെ നിങ്ങളിലേക്ക് And വലിച്ചടിപ്പിക്കും. the miracle worker Jesus is walking in this tent. I can see it in my spirit. എന്റെ ആത്മകണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ യേശു ഇന്ന് പകൽ ഈ ടെന്റിൽ നടക്കുന്നു. He is ready to, he is looking at you who is calling unto me. I want to go there and do something for him. യേശു കർത്താവിന്റെ കണ്ണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ ആരാണോ എന്നെ വിളിക്കുന്നത്, ഞാൻ അവന്റെ അടുക്കൽ പോയി അത്ഭുതം ചെയ്യുവാൻ അവന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. Jesus is ready. He said, I am willing. യേശു പറയുകയാണ്, ഞാൻ തയ്യാറാണ്, I am willing. ഞാൻ തയ്യാറാണ്. Are you ready to call me? നിങ്ങൾ എന്നെ വിളിക്കുവാൻ തയ്യാറാണോ? Are you ready to call me? നിങ്ങൾ എന്നെ വിളിക്കുവാൻ തയ്യാറാണോ? Are you ready to call me? നിങ്ങൾ എന്നെ വിളിക്കുവാൻ തയ്യാറാണോ? The miracle worker, അത്ഭുതം the പ്രവർത്തിക്കുന്നവൻ, promise keeper, വാഗ്ദത്തം the ചെയ്യുന്നവൻ, King of Kings, the രാജാധിരാജൻ, Lion of the tribe of Judah, യഹൂദ ഗോത്രത്തിലെ the സിംഹം, whole King of the kingdom of heaven, ഓ സ്വർഗ്ഗത്തിലെ രാജാക്കന്മാരുടെ my രാജാവ്, lover, എന്റെ സ്നേഹിതൻ, my husband, എന്റെ പ്രിയൻ, my Jesus എന്റെ യേശു is here right ഇന്ന് now. പകൽ ഇവിടെ ഉണ്ട്. And he is touching you right അവൻ now. ഇപ്പോൾ നിങ്ങളെ He തൊടുകയാ. is filling you right അവൻ നിങ്ങളെ now. നിറയ്ക്കുകയാ. He is opening doors for you again. നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വാതിലുകൾ He തുറക്കുകയാ. is opening doors for you again. വീണ്ടും വീണ്ടും വാതിലുകൾ In തുറക്കുകയാ. the name of Jesus, യേശുവിന്റെ you നാമത്തിൽ will never fail in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ You പരാജയപ്പെടില്ല. will never fall in your life. നിങ്ങളുടെ ജീവിതത്തിൽ വീണു പോകില്ല. You will never be a failure in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും You are going പരാജയപ്പെടില്ല. to increase. നിങ്ങൾ ഉയർച്ച You പ്രാപിക്കും. are going to increase. നിങ്ങൾ ഉയർച്ച You are പ്രാപിക്കും. going to increase. നിങ്ങൾ ഉയർച്ച You are പ്രാപിക്കും. going to increase. നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. Again വീണ്ടും. and again വീണ്ടും, and വീണ്ടും. again വീണ്ടും, വീണ്ടും. and again വീണ്ടും, വീണ്ടും. because Jesus is Lord. എന്തുകൊണ്ടെന്നാൽ യേശുവാണ് എന്റെ കർത്താവ്. Hallelujah. ഹല്ലേലൂയ. Faith attracts. വിശ്വാസം ദൈവത്തെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും. Faith attracts the supernatural to you. ആ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിലേക്ക് അടുപ്പിക്കും. The same way, അതുപോലെ തന്നെ fear attracts torment. Fear is also a magnet, just like faith. വിശ്വാസം പോലെ തന്നെ ഒരു കാന്തമാണ് ഭയം എന്ന് പറയുന്നത്. There is a different message. I'll tell you when I'm free. മറ്റൊരു അവസരത്തിൽ ഞാൻ ആ സന്ദേശം നിങ്ങളോട് പറയാം. If faith is a magnet which attracts the supernatural, വിശ്വാസം സൂപ്പർ നാച്ചുറലിനെ വലിച്ചടിപ്പിക്കുന്ന ഒരു കാന്തമാണ് വിശ്വാസം. the same way fear is also a magnet which attracts torment. അതുപോലെ തന്നെ പീഡനത്തെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ്, കഷ്ടതയെ വലിച്ചടിപ്പിക്കുന്നതാണ് ഭയം. Let us throw away that magnet of fear in Jesus' name. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഭയത്തിന്റെ കാന്തത്തെ നമുക്ക് വലിച്ചു ദൂരെ എറിയാം. You know Job, in the book of Job it says what I feared happened to me. യോബിന്റെ പുസ്തകത്തിൽ യോബ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തിനെ ഭയപ്പെട്ടോ അത് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. If faith can create a landing strip for God, fear creates a landing strip from hell. ഞാൻ പറയാം, സ്വർഗത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവത്തെ അല്ലെങ്കിൽ അത്ഭുതങ്ങളെ എൻ്റെ നിങ്ങളുടെയും അകത്തേക്ക് വരുത്തുവാൻ കഴിയുന്നത് പോലെ തന്നെ ഞങ്ങളുടെയും ഭയത്തിന് പിശാചിനെ വരുത്തുവാൻ കഴിയും.
Let all unnecessary fear, you throw it out in Jesus' name before you leave. നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് അകാരണമായി ആവശ്യമില്ലാത്ത എല്ലാ ഭയം, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ ഭയത്തെയും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുകളഞ്ഞാട്ടെ. Today, ഇന്ന് പകൽ in this anointing, ഈ അഭിഷേകത്തിൽ, in this glory, ഈ മഹത്വത്തിൽ that fear is breaking down. ഇപ്പോൾ ആ ഭയം പൊട്ടുകയാണ്. Hallelujah. Amen. That is why 365 times for every day of the year, fear not is written in the word of അതുകൊണ്ടാണ് God. വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. Fear not, arise and shine. നിങ്ങൾ ഭയപ്പെടേണ്ട, എഴുന്നേറ്റ് പ്രകാശിക്കുക. Arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക. Jesus is Lord. യേശുവാണ് He കർത്താവ്. is the King. അവൻ രാജാവാണ്. Can you shout, Jesus is the Lord of my life? ഉറക്കെ പറഞ്ഞ്, എന്റെ ജീവിതത്തിന്റെ കർത്താവ് യേശുവാണ്. Jesus is the Lord of my life. എന്റെ ജീവിതത്തിന്റെ കർത്താവ് യേശുവാണ്. Jesus is the Lord of my life. യേശുവാണ് എന്റെ ജീവിതത്തിന്റെ കർത്താവ്. Amen. Amen. We are going to pray now. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ Father, in പോവുകയാണ്. the name of Jesus, പിതാവേ, യേശുവിന്റെ നാമത്തിൽ lift up your hand and pray. എല്ലാവരും ആ കരങ്ങൾ ഉയർത്തി Start പ്രാർത്ഥിച്ചാട്ടെ. praying in tongues. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ Again, there is പ്രാർത്ഥിച്ചാട്ടെ. a strong wave of glory in this place. ഇപ്പോൾ തന്നെ മഹത്വത്തിന്റെ ഒരു തിര ഇവിടെ വ്യാപരിക്കുകയാണ്. Again, വീണ്ടും വീണ്ടും in the name of Jesus, യേശുവിന്റെ നാമത്തിൽ Father, I pray, പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. let every unnecessary fear be broken in Jesus' name. എല്ലാ ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. Let that magnet of fear get out of this life in Jesus' name. ജീവിതങ്ങളിൽ നിന്ന് ഭയത്തിന്റെ കാന്തം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. Let them be filled with faith. വിശ്വാസത്താൽ അവർ In നിറയപ്പെടട്ടെ. the name of Jesus, യേശുവിന്റെ നാമത്തിൽ let them attract the supernatural on a daily basis. കർത്താവേ, ദൈനംദിനം സൂപ്പർ നാച്ചുറൽ അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചളിക്കപ്പെടട്ടെ. And let them see the manifestation of miracles. അത്ഭുതങ്ങളുടെ വെളിപ്പെടുത്തലുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. These days, ഈ ദിവസങ്ങളിൽ, this next 1 week, ഈ അടുത്ത ഒരാഴ്ച let them have supernatural encounters every single day. ഓരോ ദിവസവും സൂപ്പർ നാച്ചുറലായ കൂട്ടുമുട്ടലുകൾ സംഭവിക്കട്ടെ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let them attract good and wealth in Jesus' name. അവരുടെ ജീവിതത്തിൽ നന്മയും സമൃദ്ധവും സമ്പത്തും വലിച്ചറിയിപ്പിക്കട്ടെ. Can you say, I receive it? ഉറക്കെ പറഞ്ഞ്, ഞാൻ പ്രാപിക്കുക, ഞാൻ I receive സ്വീകരിക്കുന്നു, it. ഞാനത് In the സ്വീകരിക്കുന്നു. name of Jesus. യേശുവിന്റെ In നാമത്തിൽ, the name of Jesus. യേശുവിന്റെ നാമത്തിൽ, Father, പിതാവേ, let there be an amazing transfer of wealth in this tent. ഈ സ്ഥലത്ത് ഒരു അത്ഭുതകരമായ സാമ്പത്തികമായ ഒരു ട്രാൻസ്ഫർ നടക്കട്ടെ. Finances. സമ്പത്തിൽ, സമ്പത്തിൽ, Pesa. പൈസ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let there be an outflow. ഇപ്പോൾ തന്നെ ഒരു കവിഞ്ഞൊഴുക്ക് In the ഉണ്ടാകട്ടെ. name of Jesus. യേശുവിന്റെ A നാമത്തിൽ wealth transfer ഒരു വെൽത്ത് ട്രാൻസ്ഫർ into your account. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, Into your account. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, Into your account. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, In the name of Jesus. യേശുവിന്റെ In നാമത്തിൽ, the name of Jesus. യേശുവിന്റെ By the നാമത്തിൽ, power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. Amen. 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 കരങ്ങളൊക്കെ ഒന്നടിച്ച് നന്ദി യേശുവേ. കാണാൻ പോവാ. people who have said many things, they will see it. നിങ്ങളെ കുറിച്ച് അതും ഇതൊക്കെ പറഞ്ഞവർ അവരത് കാണാൻ പോവാ. They will see it. അവരത് കാണും. They will see it. അവരത് കാണും. Hallelujah. Hallelujah. Many people were there at the time of Jesus. യേശുവിന്റെ കാലത്തും ഒരുപാട് പേരുണ്ടായിരുന്നു. Many people who wanted a miracle. അത്ഭുതം വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. Those who got the miracle are specifically mentioned in the Bible. ആ അത്ഭുതങ്ങൾ പ്രാപിച്ച, വിശ്വാസത്താൽ വലിയ അത്ഭുതങ്ങൾ പ്രാപിച്ചവരെ ചിലരുടെ പേരുകൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. The same way. അതുപോലെ തന്നെ, The same way. അതുപോലെ തന്നെ Your condition will change and you are going to be mentioned in certain places across the community as an example of the blessing of God. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറി സമൂഹത്തിന്റെ പല മേഖലകളിലും നിങ്ങളുടെ പേരുകൾ എഴുതി വെക്കപ്പെടാൻ പോവുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. The label which you used to be called is being changed in Jesus' name. നിങ്ങൾ യേശുവിന്റെ നാമത്തിന്റെ ലേബലുകൾ മാറുമ്പോൾ, Oh, I know that family. I know that family. ചിലർ പറയൂല, ഈ കൂടെ ആ വ്യക്തികളെ എനിക്ക് അറിയാം. Oh, they are not doing financially well. Or അവര് ഒന്നുമില്ലാത്ത ദരിദ്രങ്ങളാ. Your label is going to change. നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ചിരുന്ന തലക്കെട്ടുകൾ മാറാൻ പോവുകയാ. തലക്കെട്ടുകൾ മാറാൻ പോവുകയാ.
You are going to be known with your new miracle. നിങ്ങൾക്ക് സംഭവിക്കുന്ന പുതിയ അത്ഭുതത്തിന്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടാൻ You are പോകുകയാണ്. going to be known with the new miracle which is going to happen to you. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പുതിയ അത്ഭുതത്തിന്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Aha. ആ. Can you say aha? അവർക്ക് പറഞ്ഞ ആഹാ. Aha. ആഹാ. Aha. ആഹാ. Aha. ആഹാ. Aha. Jesus. Jesus. Thank you, Father. നന്ദി പിതാവേ. I bless everyone. ഞാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. I bless them in Jesus' name. അവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ Let അനുഗ്രഹിക്കുന്നു. them enjoy the fullness of Christ. കർത്താവിന്റെ പൂർണ്ണത, ക്രിസ്തുവിന്റെ പൂർണ്ണത, പരിപൂർണ്ണത Let അവരെ them walk into ആസ്വദിക്കട്ടെ. the next realm of faith. അടുത്ത വിശ്വാസത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് അവർ സഞ്ചരിക്കട്ടെ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.